ഹലോ എവറിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി വെൽനെസ്. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിംറ്റംസ് ഓഫ് ബാക്ക് പെയിൻ. അതായത് നമ്മുടെ ബോഡി എന്തൊക്കെ കാണിച്ചു തരും നമുക്കൊരു ബാക്ക് പെയിൻ വന്നാൽ, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. നടുവേദനയുടെ ഫസ്റ്റ് സിംറ്റം എന്താണ്, അത് ലേറ്റർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴുള്ള സിംറ്റം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഞാനൊരു ഡോക്ടറല്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഞാൻ അനുഭവിച്ചത് എന്താണെന്നാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റായിട്ട് മസിലേക്ക് അല്ലെങ്കിൽ സ്പാസം, ഇതൊരു ഡള്ളേക്കായിരിക്കും. നമുക്ക് ഇങ്ങനെ കുനിയുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഒരു പെയിൻ വരും. അപ്പോൾ അത് നമ്മൾ മോസ്റ്റ്ലി വരുന്നത് ഒരു ചെറിയ ബെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിന് നിലത്ത് നിന്ന് എടുക്കുമ്പോഴോ ഉണ്ടാവും ചെറിയ ഉളുക്കുകളും ചതവുകളും ഒക്കെയാണ് ഈ സ്പാസം മസിലേക്കിൽ ഉൾപ്പെടുന്നത്. അപ്പം ഇത് ഒരു ഡോക്ടറെ കാണിച്ച് ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ അത് റിസോൾവ് ചെയ്യും. അതാണ് മസിലേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് മസിൽ പ്രോപ്പർ റെസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹീലായിക്കോളും. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഈ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത്. റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നടുവിൽ നിന്ന്, അതായത് ബാക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ബട്ടക്സ്, പിന്നെ കാലിലോട്ടോട്ട് ഇറങ്ങി പിന്നെ ഫീറ്റിലേക്ക് പോകുന്ന ഒരിതിനാണ് നമ്മൾ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത്. ഇത് നമുക്കുണ്ടാകുന്നത് മെയിനായിട്ട് നമ്മുടെ സ്കയാട്ടിക്ക നെർവ്, അതായത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലൂടെ പോകുന്ന നെർവിന് കംപ്രഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഈ റേഡിയേറ്റിംഗ് പെയിനായിട്ട് അനുഭവപ്പെടുന്നത്. അത് നെർവ് കംപ്രഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ കാലിലോട്ടേക്ക് ഈ വേദനയ്ക്ക് ഇറങ്ങുന്നത്. പിന്നെ വരുന്നതാണ് ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കാതെ നടന്ന് ഇതാക്കുന്ന ജോലിയുള്ളവരാണെങ്കിൽ ഒരു റെഡ്യൂസ്ഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. മസിലൊക്കെ സ്റ്റിഫായിട്ട് ഹാർഡ്, അതായത് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് നമുക്ക് അത് മോസ്റ്റ്ലി കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് പോകുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കിട്ടും. പിന്നുള്ളത് ന്യൂറോളജിക്കൽ സെൻസേഷൻ എന്ന് പറയും. അതായത് ന്യൂറോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നെർവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് പെട്ടെന്നൊരു നംബ്നെസ്, അതായത് നമ്മുടെ കാല് തരിപ്പ് ആവുക, അല്ലെങ്കിൽ നമുക്ക് തൊട്ടാൽ അറിയാതിരിക്കുക, പിന്നെ ഒരു ടിംഗ്ലിങ് സെൻസേഷൻ, അല്ലെങ്കിൽ കാലിൻ്റെ അടിപ്പാദം, അതായത് പാദം നമുക്ക് തീയിലിട്ട പോലുള്ളൊരു ഫീലിംഗ്. ഇതിനൊക്കെയാണ് നമ്മൾ ന്യൂറോളജിക്കൽ സെൻസേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു അലാമിങ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണം എന്ന് നമ്മുടെ ബോഡി തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിംറ്റമാണിത്. പിന്നെയുള്ളത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഇഷ്യൂ. അതായത് ഒരു നടുവേദന വന്ന് നമുക്ക് നടക്കാനോ ഇരിക്കാനോ എല്ലാത്തിനും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അത് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഇഷ്യൂ ആണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ ബോഡി, ഇത് നിങ്ങളുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുകയാണ് എന്നുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് സഡൻ ലോസ് ഓഫ് ആക്ഷൻ, അതായത് ഇൻ ബോത്ത് ലെഗ്സ്, അതായത് ഒരു കാലിലോ രണ്ട് കാലിലോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇത് നഷ്ടപ്പെടുക, നിങ്ങളുടെ എബിലിറ്റി ടു വാക്ക് അല്ലെങ്കിൽ നടക്കാനിരിക്കാനുള്ള ഇത് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഒരു അലാമിംഗ് ആണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ടതുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അതായത് ബട്ടക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജെനിറ്റൽ ഏരിയയിലോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സെൻസേഷനൊന്നും അറിയാതിരിക്കുക. പിന്നുള്ളത് അബ്ഡോമിനിലേക്ക്, അതായത് വയറ്റിലേക്കൊക്കെ നടുവേദന ബാധിച്ചിട്ട് വയറുവേദന എടുക്കുക, അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നലാണ്. പിന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു കെട്ടിടത്തിൽ നിന്ന് താഴെ വീണു, അല്ലെങ്കിൽ 2 നില വീട്ടിൽ നിന്ന് താഴെ വീണു, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഇതൊക്കെ പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെർട്ടിബ്രേ ആണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബോഡി അത് അനങ്ങാതെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് ഇതാണ് ഏറ്റവും അലാമിങ്, അതായത് നമ്മുടെ ശരീരത്തിന് മൂത്രം അറിയാതെ പോവുക, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അതായത് യൂറിനും സ്റ്റൂളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ പെൽവിക് മസിൽസിനെയും നിങ്ങളുടെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന അബ്ഡോമനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് വീക്കാകുന്നതിനുള്ള ഒരു സിംറ്റമാണിത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. അത് നിങ്ങൾക്ക് പെയിൻ കില്ലറൊന്നും കഴിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതുണ്ട്.
പിന്നെ ഞാനിത് ഇപ്പോഴും പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടർ പെർസ്പെക്റ്റീവിലല്ല ഇതൊരിക്കലും പറയുന്നത്. ഇത് എനിക്ക് ഞാൻ ഉണ്ടായ ഓരോ അനുഭവങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ നെക്സ്റ്റായിട്ട് എൻ്റെ പേഴ്സണൽ സിംറ്റം എന്തായിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാനുണ്ടായ സാഹചര്യം എന്നുകൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. അതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു സോ മച്ച്.